ഹായ്, ഇന്ന് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ നാളെ ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പം കുറേ ഡേയ്സ് കൊണ്ട് കുറേ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആഡ് റൺ ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽസ് റിലേറ്റഡ് ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആഡ് റൺ ചെയ്യുമ്പോൾ നമ്മളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഏത് സ്പെഷ്യൽ കാറ്റഗറി എന്നുള്ളത്. അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്, ആഡ് അക്കൗണ്ട് വെരിഫൈ ആയിരിക്കണം, അത് കുറേ പ്രോസസ്സ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദ പ്രോസസ്സ് മാത്രമേ നമുക്കതൊരു ആഡ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ആ പാർട്ടല്ലാതെ എത്ര രൂപയാണ് പാർട്ടീസസ് ഈ പൊളിറ്റിക്സിന് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്നുള്ളത് നോക്കാം. അതിൽ നമുക്ക് ആഡ് ഡിജിറ്റലി എങ്ങനെയാണ് ഡിജിറ്റലി റണ്ണാകുന്ന ആഡ്സിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഡിജിറ്റൽ അല്ലാതെ ഓഫ്ലൈനായിട്ട് റൺ ചെയ്യുന്ന പല പ്രോഗ്രാംസിൻ്റെയും എമൗണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഡിജിറ്റലി ആയതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെത് അതെടുക്കാൻ വേണ്ടി ആഡ് ട്രാൻസ്പാരൻസി സെൻറ്ററിലോട്ട് പോവുക. അതിനുശേഷം അതിൽ പൊളിറ്റിക്കൽസ് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ കാറ്റഗറി തന്നെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ആഡ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ കൺട്രിയുടേതും എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇന്ത്യ, സോ ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തു. അതിൽ തന്നെ നമുക്കിപ്പോൾ ആഡ് സെക്ഷനുണ്ട്, ഇൻസൈഡ് സെക്ഷനും ഉണ്ട്. ആഡ് സെക്ഷനിൽ തന്നെ നിറയെ കമ്പനീസ് ഏതൊക്കെയാണ്, കുറേ ആഡുകൾ റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് സെക്കൻഡ് ഇൻസൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇൻസൈറ്റ്സിൽ നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ തന്നെ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആഡ് റൺ ആകുന്നതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമുക്ക് എത്ര രൂപ ആഡിന് വേണ്ടി ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഏകദേശം 845,75,70,500 കറൻ്റ്ലി ഇതാണ് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡ് എമൗണ്ട്. ഓക്കെ, എത്ര ആഡ്സാണ് അവർ ഈ ഒരു എമൗണ്ടിൽ റൺ ചെയ്യുന്നു? 3,99,344 ആഡുകളാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്. ഓക്കെ, അതേപോലെ നമുക്കിതിൻ്റെ ടോപ്പ് പേജസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതിൽ ഭാരതീയ ജനതാ പാർട്ടി ഫസ്റ്റ് പൊസിഷനിൽ തന്നെയുണ്ട്. കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നവരുടെ ലിസ്റ്റായിരിക്കും ഫസ്റ്റ് കിടക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ജസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യുന്ന ഒരു പേജസാണ്. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനേക്കാളും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ടോപ്പായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തവരുടെ ലിസ്റ്റ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് ആണ് ഈ ഗൂഗിൾ ആഡ് ട്രാൻസ്പാരൻസിയുടെ ഇമ്പോർട്ടൻസ്.